ഈ പറയുന്ന വർക്കൗട്ട് കാര്യങ്ങൾ, പ്ലാനിങ്, അത് ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്യൂർലി ഒരു ജിമ്മിൻ്റെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അവിടെയുള്ള ട്രെയിനറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുക. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഞാൻ മുൻപേ പറഞ്ഞപ്പോൾ അതൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇപ്പോൾ ഇതും ചർച്ചാ വിഷയമാവും എന്നുള്ളത് അറിയാം. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് ഒരു സത്യാവസ്ഥയാണ്. ചില ആൾക്കാർക്ക് ജിമ്മ് വെറും ബിസിനസ്സാണ്. വെറും ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വല്ലപ്പോഴെങ്കിലും മാത്രം വർക്കൗട്ട് പറഞ്ഞു തന്നിട്ട് മാക്സിമം മാറി നിൽക്കും. അതായത് അവർക്ക് പീട്ടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണ്. പക്ഷേ കുറ്റം പറയാൻ പറ്റില്ല, എല്ലാം ഒരു തരം ബിസിനസ് തന്നെയാണല്ലോ. അതെല്ലാ ജിമ്മിലും അങ്ങനെയാണെന്നല്ല കേട്ടോ. പക്ഷേ അറിഞ്ഞിടത്തോളം ഒരുവിധം എല്ലാ ജിമ്മുകളും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഇനിയിപ്പോൾ വേറെ ചില ജിമ്മുകളാണെന്നുണ്ടെങ്കിൽ അവർ സൈഡിൽ കൂടെ ഈ ജിമ്മ് ഇങ്ങനെ റൺ ചെയ്യിക്കും. അവർക്ക് എന്തായാലും ഓക്കെ. ഇനി ഇതൊന്നും അല്ലാതെ വേറൊരു കാറ്റഗറിയും കൂടി ഉണ്ട്. അത് ഞാൻ നാളെ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ പോകുന്ന ജിമ്മ് ഏത് തരത്തിൽപ്പെട്ടതാണെന്ന് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവില്ലേ? അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ടാറ്റാ.